വെൽക്കം. റഹ്മാനാണ്. മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ അസിനറ്റോബാക്ടറിനെ കുറിച്ചിട്ടാണ്. 30-ലധികം അസിനറ്റോബാക്ടർ സ്പീഷീസ് ഉണ്ട്. പക്ഷേ അസിനറ്റോബാക്ടർ ബൗമാനിയാണ് ഇതിനകത്ത് ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പല ആന്റിബയോട്ടിക് മരുന്നുകളോടും റെസിസ്റ്റൻസ് നേടിയിട്ടുണ്ട് എന്നുള്ള. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആർജിച്ച ഇവ ആശുപത്രിയിൽ വെച്ച് ബാധിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നുണ്ടാവുന്ന അണുബാധകളിലെ നോസോകോമിയൽ ഇൻഫെക്ഷൻസിലെ പ്രധാനപ്പെട്ട വില്ലന്മാരിൽ ഒരാളാണ് ഈ അസിനറ്റോബാക്ടർ. സോ ഇതാണ് ഇതിനെ ശ്രദ്ധയാകർഷിക്കുന്നത്. ഇതൊരു ഗ്രാം നെഗറ്റീവ് ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ആൻഡ് ചെറുതാണ്. സ്മോൾ കോക്കൈ പോലെ ഉരുണ്ടതുമല്ല, ബാസിലെ പോലെ നീണ്ടതും റോഡ് ഷേപ്ഡോ ഒന്നുമല്ല. സോ ദിസ് ഇസ് എ കോക്കോബാസിലെ ഗ്രൂപ്പിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുക. സോ ഗ്രാം നെഗറ്റീവ് കോക്കോബാസിലെയാണ് അസിനറ്റോബാക്ടർ. സിംഗിൾ ആയിട്ടോ പെയർസ് ആയിട്ടായിരിക്കും കാണുക. ഗ്രാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കളർ പിങ്ക് ഓർ റെഡ് കളർ ആയിട്ടായിരിക്കും കിട്ടുക. ഇനി അസിനറ്റോബാക്ടർ ഇവ ഒരു സാപ്രോഫൈറ്റിക് ഓർഗാനിസം ആണ്. സാപ്രോഫൈറ്റിക് ഓർഗാനിസം എന്ന് പറയുമ്പോഴത്തേക്കും സോയിൽ വാട്ടറിലൊക്കെ ഉണ്ട്. ദെൻ മനുഷ്യരുടെ സ്കിന്നിലുണ്ട്. ദെൻ ഓൾസോ ഇൻ ദ കോളൺ അവിടെയൊക്കെ ഉണ്ടാകും ഈ ബാക്ടീരിയ. ആൻഡ് ദിസ് അസിനറ്റോബാക്ടർ ഇസ് ആൻ ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജൻ. ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന രോഗികളിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉള്ളവരിലൊക്കെ പ്രത്യേകിച്ച് ഇവ കൂടുതലായിട്ട് ബാധിക്കാം. ഇനി ഇവ എയറോബാണോ അനൈറോബാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ഒബ്ലിഗേറ്റ് എയറോബാണ്. ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ കിട്ടിയേ തീരൂ. ഓക്സിജൻ ഈസ് എ മസ്റ്റ് ആണ്. ആൻഡ് അസിനറ്റോ ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് മോഷൻലെസ് എന്നാണ്. മോഷൻലെസ് എന്ന് വെച്ചാൽ അനക്കമില്ലാത്തത് എന്നാണ് അർത്ഥം. സോ ദീസ് ആർ നോൺ മോട്ടൈൽ ആണ്. നോൺ മോട്ടൈൽ ആണ് ഈ ഓർഗാനിസം. ഫ്ലജല്ല ഇല്ല. പക്ഷെ ഇവ ഒരു പ്രത്യേക തരം മോട്ടിലിറ്റി ഇവ കാണിക്കുന്നുണ്ട്. ആ മോട്ടിലിറ്റിയെ നമ്മൾ ട്വിച്ചിങ് മോട്ടിലിറ്റി എന്നാണ്. സോ ചെറുതായിട്ടൊരു മോട്ടിലിറ്റി ഒരു പ്രത്യേക രീതിയിൽ കാണിക്കും. അതിനെ നമ്മൾ ട്വിച്ചിങ് മോട്ടിലിറ്റി എന്ന് വിളിക്കും. ആൻഡ് ജനറലി സ്പീക്കിംഗ് ദിസ് ഇസ് നോൺ മോട്ടൈൽ ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ നോൺ സ്പോർ ഫോമിംഗ്. നോൺ സ്പോർ ഫോമിംഗ് എന്ന് പറയുമ്പോൾ നോ സ്പോർസ് ആർ ഫോംഡ്, അല്ലെങ്കിൽ സ്പോർ ഒന്നും ഉണ്ടാക്കുന്നില്ല ഈ ഓർഗാനിസം. ഇനി ഇവയുടെ വിറുലൻസ് ഫാക്ടേഴ്സ് പറഞ്ഞാൽ, വാട്ട് ആർ ദ വിറുലൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെല്ലിന്റെ ഔട്ടർ ലെയറിൽ എന്തുണ്ട്? ലിപ്പോപോളിസാക്കറൈഡ്, LPS നമ്മൾ എഴുതും. ലിപ്പോപോളിസാക്കറൈഡ്സ് ഉണ്ട്. ആൻഡ് ദർ ഇസ് കാപ്സുലാർ ലെയർ. അവിടെ കാപ്സുലാർ ലെയറും ഉണ്ട്. ആൻഡ് കാപ്സുലാർ ലെയറിൽ കാപ്സുലാർ പോളിസാക്കറൈഡ്സ് ഉണ്ട്. കാപ്സുലാർ പോളിസാക്കറൈഡ്സ് ഉണ്ട്. ആൻഡ് ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻ A എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് OMPA is also found. പിന്നെ ഇവയ്ക്ക് പൈലി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് പൈലി ഉണ്ട് ഒട്ടിച്ചേരാനായിട്ട്. പിന്നെയുള്ളൊരു സംഭവം സിഡറോഫോഴ്സ് ആണ്. സിഡറോഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് ടു അയൺ അബ്സോർപ്ഷനൊക്കെ ബന്ധപ്പെട്ടുള്ള സാധനമാണ് സിഡറോഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഫോസ്ഫോലിപ്പേസ് C ഉണ്ട്. ദെൻ CPAA എന്ന് പറയുന്ന സംഭവം ദാറ്റ് ഇനാക്ടിവേറ്റ്സ് ഫാക്ടർ 12. നമ്മുടെ ബ്ലഡിലുള്ള ഫാക്ടർ 12 ഇനാക്ടിവേറ്റ് ചെയ്യുന്ന സംഭവമാണ് അത്. ആൻഡ് മറ്റൊരു സവിശേഷത, ദിസ് ക്യാൻ ഫോം ബയോഫിലിം ഫോം ചെയ്യാം എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ പറഞ്ഞു ക്യാപ്സുലാർ ലെയർ ഉണ്ട്. സോ ബയോഫിലിം ഫോം ചെയ്യാം എന്നുള്ളതാണ്. സോ ഇത് വെച്ചിട്ടാണ് വെന്റിലേറ്റർ, ഹോസ്പിറ്റലിലൊക്കെ ഉള്ള വെന്റിലേറ്റർ അല്ലെങ്കിൽ കത്തീറ്റർ ഓർ അതർ ഹോസ്പിറ്റൽ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ഇത് ഒട്ടിച്ചേർന്ന് ഇരിക്കും. ഇനി മറ്റൊരു പ്രശ്നം ഇവയ്ക്ക് ഉള്ളത് ഇൻട്രിൻസിക് റെസിസ്റ്റൻസ് ഉണ്ട്. സോ ദീസ് ഹാവ് ഇൻട്രിൻസിക് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ലോട്ട് ഓഫ് ആന്റിബയോട്ടിക്സ്. വിവിധ തരം ആന്റിബയോട്ടിക്സ് ഉള്ളവർ ഇൻട്രിൻസിക് ആയിട്ട് തന്നെ റെസിസ്റ്റന്റ് ആണ്. കാരണം ഇവയിൽ ക്രോമോസോം AMP-C പോലുള്ള ജീൻ ഉണ്ട്. സോ ദീസ് ക്യാൻ പ്രൊഡ്യൂസ്, അങ്ങനെയൊക്കെയുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇതല്ലാതെ ദർ ആർ സെല്ലുലാർ എഫ്ലക്സ് പമ്പുകൾ കൂടിയുണ്ട്. സോ എഫ്ലക്സ് ട്രാൻസ്പോർട്ടേഴ്സ് ഓർ എഫ്ലക്സ് പമ്പുകൾ ഉണ്ട്. സോ ആന്റിബയോട്ടിക് ഒക്കെ സെല്ലിനകത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ അത് പിടിച്ച് പുറത്തേക്ക് കളയാനായിട്ടുള്ള സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. എഫ്ലക്സ് പമ്പ്സ് ആർ ഓൾസോ ദർ. ഇതൊക്കെയാണ് വിറുലൻസ് ഫാക്ടേഴ്സ്. ഇനി ഇവിടെ ബയോകെമിക്കൽ ടെസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെ നെഗറ്റീവ് ആണ്. ആകെ 2-3 ഉള്ളൂ പോസിറ്റീവ്. ഏതൊക്കെയാണ് പോസിറ്റീവ് എന്ന് വെച്ചാൽ കാറ്റലേസ് പോസിറ്റീവ് ആണ്. ദെൻ പിന്നെയുള്ളത് സിട്രേറ്റ് യൂട്ടിലൈസേഷൻ, അത് പോസിറ്റീവ് ആണ് എന്നുള്ളതാണ്. സോ ഇത് രണ്ടുമാണ് പോസിറ്റീവ്. പിന്നെ നമുക്ക് പോസിറ്റീവ് പറയാവുന്നത് ദിസ് ക്യാൻ ഗ്രോ അറ്റ് 44 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇതിനെ വളർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാമാണ് പോസിറ്റീവ്. അപ്പൊ ഇനി ബാക്കി എല്ലാം ഞാൻ പറയുന്ന എല്ലാം നെഗറ്റീവ് ആണ്. ഏതൊക്കെയാണ് നെഗറ്റീവ്? ഓക്സിഡൈസിസ് നെഗറ്റീവ് ആണ്. മോട്ടിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു, അപ്പൊ മോട്ടിലിറ്റി നെഗറ്റീവ് നമുക്ക് എഴുതാം. ദെൻ ഗ്ലൂക്കോസിനെ ഫെർമെന്റ് ചെയ്യുമോ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ ഫെർമെന്റ് ചെയ്യില്ല. ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യില്ല. സോ ഇറ്റ്സ് എ നോൺ ലാക്ടോസ് ഫെർമെന്റർ ആണ്. ദെൻ യൂറിയേസ് ഈസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് എഴുതുക. ദെൻ VP ടെസ്റ്റ് ഈസ് ഓൾസോ നെഗറ്റീവ് ആണ്. ദെൻ TSI അഗർ, ട്രിപ്പിൾ ഷുഗർ അയൺ അഗർ ടെസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്യാസ് ഉണ്ടാവോ? ഗ്യാസ് ഉണ്ടാകുന്നില്ല. ഗ്യാസ് മീൻസ് H2S ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ദെൻ കൊയാഗുലേസ് ടെസ്റ്റ് ഈസ് നെഗറ്റീവ് ആണ്. ഇൻഡോൾ ടെസ്റ്റും നെഗറ്റീവ് ആണ്. MRും നെഗറ്റീവ് ആണ്. ദെൻ നൈട്രേറ്റ്
നൈട്രൈറ്റിനെ നൈട്രൈറ്റ് ആക്കി മാറ്റുമെന്ന് വെച്ചാൽ അതും മാറ്റില്ല. സോ ദിസ് ടെസ്റ്റ് ഓൾ ആർ നെഗറ്റീവ് ആൻഡ് കാറ്റലൈസ് ആൻഡ് സിട്രേറ്റ് യൂട്ടിലൈസേഷൻ മാത്രമാണ് പോസിറ്റീവ്. ഇനി ഇവിടെ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവയെ വളർത്താനായിട്ട് നമുക്ക് ബ്ലഡ് അഗറിനകത്ത് വളർത്താം. ബ്ലഡ് അഗറിനകത്ത് ഇറ്റ് ഈസ് നോൺ ഹീമോലിറ്റിക്, നോൺ അല്ലെങ്കിൽ നമ്മൾ ഗാമാ ഹീമോലിറ്റിക് എന്നാണ്. നമ്മൾ ഹീമോലിസിസ് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഹീമോലിസിസ് ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല നോൺ ലാക്ടോസ് ഫെർമെന്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ മക്കോങ്കി അഗർ ഏതിനകത്തായാലും കിട്ടുന്ന കോളനീസ് എന്ന് പറഞ്ഞ ഫെയിൻഡ് ആയിരിക്കും. ഫെയിൻഡ് പെയിൽ കളേർഡ് കോളനീസ് ആയിരിക്കില്ല കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ സ്മൂത്ത് കോൺവെക്സ് ഒപ്പേക്ക് കുറച്ച് ഉയർന്ന റേസ്ഡ് ആയിട്ടുള്ള ക്രീം യെല്ലോ ടു പിങ്ക് കളേർഡ് കോളനീസ് ആയിരിക്കും ഇത് നമുക്ക് കിട്ടുക. ചോക്ലേറ്റ് അഗറിലും നമുക്ക് വളർത്താം എന്നുള്ളത്. ദെൻ പിന്നെയുള്ളൊരു മീഡിയം എന്ന് പറയുന്നത് ട്രിപ്റ്റിക്കേസ് സോയ് അഗർ മീഡിയം ആണ് വിത്ത് 5% SBA എന്ന് വെച്ചാൽ ഷീ ബ്ലഡ് അഗർ ആണ്. അതിനകത്ത് നമുക്ക് വളർത്തു കഴിഞ്ഞാൽ വീണ്ടും സ്മൂത്ത് ഒപ്പേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേഷ് വൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിലുള്ള കോളനി ആയിരിക്കും. അപ്പോൾ ഭയങ്കര കളറുള്ള കോളനി ഒന്നും ആയിരിക്കില്ല കിട്ടുക. ദെൻ പിന്നെ വളർത്താവുന്നത് തയോഗ്ലൈക്കോലേറ്റ് ബ്രോത്തിനകത്ത് നമുക്ക് വളർത്താം. ബ്രെയിൻ ഹേർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്തിനകത്ത് നമുക്ക് വളർത്താം. പിന്നെ ഉള്ള ഒരെണ്ണം ലീഡ്സ് അസിനറ്റോബാക്ടർ മീഡിയം ആണ്. ലീഡ്സ് അസിനറ്റോബാക്ടർ മീഡിയം എന്ന് പറയുന്നത് LAM എന്നാണ് എഴുതുക. സോ ദിസ് ദ സെലക്റ്റീവ് കൾച്ചർ മീഡിയം ഫോർ ഐസൊലേഷൻ ഓഫ് അസിനറ്റോബാക്ടറിനെ സെലക്റ്റീവ് ആയിട്ടുള്ള കൾച്ചറിനുള്ള പറ്റിയതാണ് ട്രിപ്റ്റിക്കേസ് ആൻഡ് ദിസ് ലീഡ്സ് പറഞ്ഞത്. ലീഡ്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ സിട്രിമൈഡ് ഉണ്ട്, സെഫലോറിഡിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഉണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ ആയിട്ട് ബ്രോമോതൈമോൾ ബ്ലൂ. ഇതൊക്കെ ആയിരിക്കും ലീഡ്സിനകത്ത് ഉള്ള സംഭവങ്ങൾ. ദെൻ ഇതൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് RNA ആംപ്ലിഫിക്കേഷൻ നടത്താം. RNA ആംപ്ലിഫിക്കേഷൻ PCR മെത്തേഡിലൊക്കെ നമുക്ക് ഇതിന്റെ കൾച്ചർ വളർത്തിയെടുത്തിട്ട് നമുക്ക് കൺഫർമേഷൻ ചെയ്യാം. ഇനി ഇവ മൂലമുണ്ടാകുന്നത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനം ഏതാണെന്ന് ചോദിച്ചാൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ആൻഡ് അതർ ന്യൂമോണിയ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാക്കുന്നത്. ദെൻ ഇൻഡുലിങ് കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്. കത്തീറ്റർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബയോഫിലിം പോലെ ഒട്ടിപ്പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. മറ്റ് ഇൻഫെക്ഷൻ ഇപ്പോൾ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് വെസൽ ഇൻഫെക്ഷൻ. ബ്ലഡ് വെസലിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം സെൻട്രൽ ലൈനൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരിലാണ്. ദെൻ വൂണ്ട് റിലേറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ദെൻ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ഓർ സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് വേണം എന്ന് തീരുമാനിക്കുന്നത്. സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്ന് എന്ന് വെച്ചാൽ ഇമിപ്പെനാം, മെറോപ്പെനാം പോലെയുള്ള കാർബാപെനംസ് ആണ് നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുക. പ്രധാനപ്പെട്ടത് ഇമിപ്പെനാം ഉണ്ട്, മെറോപ്പെനാം, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഇത് മാത്രമല്ല അതിൻ്റെ ഒപ്പം മിക്കവാറും കോളിസ്റ്റിൻ എന്ന് പറയുന്ന മരുന്ന് കൂടി ആന്റിബയോട്ടിക് നമുക്കറിയാം, അതും കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കോളിസ്റ്റിൻ നമ്മൾ ഉപയോഗിക്കുന്നത് 9 മില്യൺ യൂണിറ്റ്സ് ഒക്കെയാണ്, രാവിലെയും 2 നേരമൊക്കെ ആയിട്ടായിരിക്കും കൊടുക്കുക. സോ കാർബാപ്പനാം ആണ് അതിന്റെ പ്രധാനപ്പെട്ട മരുന്ന് നമ്മൾ പറഞ്ഞു. ദെൻ സെഫലസ്പോറിനൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട മരുന്ന്. ആൻഡ് കാർബോപ്പനാമിന് റെസിസ്റ്റന്റ് ആണെങ്കിൽ കാർബോപ്പനാം റെസിസ്റ്റന്റ് അസിനറ്റോബാക്ടർ ഇസ് എ ക്രിട്ടിക്കൽ പ്രയോറിറ്റി ആയിട്ടാണ് WHO കാണുന്നത്. സോ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അസിനറ്റോബാക്ടർ ആൻഡ് അസിനറ്റോബാക്ടർ ബൗമാനി. സോ താങ്ക് യു ഫോർ വാച്ചിങ്.